Hi and welcome to the new video on industrial instrumentation and automation. In this video, I'll be discussing about electromechanical actuating system or electrical actuating system. സോ നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞത് ആക്ച്വേറ്റേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ ആക്ച്വേറ്റിംഗ് സിസ്റ്റംസ് ആയിരുന്നു അതിൽ പറഞ്ഞത് ഹൈഡ്രോളിക് പറഞ്ഞു അതേപോലെ തന്നെ ന്യൂമാറ്റിക് പറഞ്ഞു. ഇപ്പോൾ ഹൈഡ്രോളിക്കിൻ്റെ കേസിലായിരുന്നെങ്കിൽ ഒരു ഫ്ലൂയിഡ് ആയിരുന്നു അവിടെ പ്രഷർ ക്രിയേറ്റ് ചെയ്തായിരുന്നത്, അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ ബേസിലായിരുന്നു അവിടെ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരുന്നായിരുന്നത്. ന്യൂമാറ്റിക്കിലായിരുന്നു അപ്പോൾ അത് കംപ്രസ്ഡ് എയറായി മാറി. ഇപ്പോൾ ഇലക്ട്രോ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആക്ച്വേറ്റിംഗ് സിസ്റ്റത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. So basically, this type of actuators convert electrical energy into mechanical energy, electrical to mechanical. That is the reason why it is called an electromechanical actuators. അല്ലെങ്കിൽ electrical എന്നും പറയും, കാരണം എന്താ വെച്ചാൽ basically it works on the electrical energy. Okay, and there are different ways to achieve this conversion. ഒരുപാട് methods ഉണ്ട് നമുക്ക് ഇത് achieve ചെയ്യാൻ വേണ്ടിയിട്ട്. That is electrical to mechanical. And which includes mainly the motors which are responsible for moving or controlling a mechanism. ഇപ്പോൾ മെയിൻലി ഏറ്റവും അധികം നമുക്ക് അതിൽ കാണുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ മോട്ടറാണ്, മോട്ടോഴ്സ് ഉണ്ട്. ദെൻ one of the popular method, this is one of the popular method which is used by many electromechanical actuators is by generating a magnetic field in which when a current carrying conductor placed in a magnetic field, it experiences a mechanical force, which is the Lorentz law of electromagnetic force, and which is the basic working principle of a motor. And this generator force will further be converted into mechanical motion. So ഇതാണ് ഇതിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്നത്. ഇലക്ട്രോ മെക്കാനിക്കൽ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതിലൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ടോർക്ക് ഉണ്ടാവും. ഇതിന്റെ ബേസിലാണ് അവിടുത്തെ മൂവ്മെന്റ് സംഭവിക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ ആണ്. സോ ഇലക്ട്രിക്കൽ കാരണം എന്താ പറയുക, ഒരു മെക്കാനിക്കൽ മൂവ്മെന്റ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അത് ഈ ലോറൻസ് ലോയുടെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. Now, DC and AC motors, solenoids, voice coils, active materials like piezoelectric or electrostatic, then MEMS, ഇതൊക്കെ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ AC DC മോട്ടോഴ്സ് ഒക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്ലാസിഫിക്കേഷനും എല്ലാവിടെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും പഠിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ജസ്റ്റ് ഒരു സോളിനോയിഡ്സിൻ്റെ കേസ് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു പെർട്ടിക്കുലർ ആക്ച്വേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസിൽ. ബാക്കിയെല്ലാം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പീസോ ഇലക്ട്രിക് ആയാലും ഇതൊക്കെ അറിയുന്നതാണ്. ഓക്കെ, so we'll discuss about a solenoid actuator, solenoid type actuating system. So a solenoid is an elementary device that converts an electrical signal into mechanical motion, usually a rectilinear motion as shown in the figure. സോ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമെന്ന് സിംപ്ലി ഒരു കോയിൽ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഓർമ്മ വരാവുന്ന കാര്യമാണ്. ബേസിക്കലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോയിൽ ആൻഡ് എ പ്ലങ്ങർ ആസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. ഓക്കെ, ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ റൈറ്റിലാണെങ്കിൽ കോയിൽ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യുന്ന ഒരു പ്ലങ്ങർ കാണാം. അപ്പോൾ അതാണ് ഇവിടെ അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ദിസ് ഈസ് ദ കോയിൽ, these are the coil contacts, and this is set up on a base with a plunger inside the coil, okay, which is free to move. And the plunger may be freestanding or spring loaded. Plunger ചിലപ്പോൾ ഫ്രീ സ്റ്റാൻഡിങ് ആയിരിക്കാം അല്ലെങ്കിൽ സ്പ്രിംഗ് ലോഡഡും ആയിരിക്കാം. ആൻഡ് ദ കോയിൽ വിൽ ഹാവ് സം വോൾട്ടേജ് ഓർ കറണ്ട് റേറ്റിംഗ് ആൻഡ് മേ ബി DC or AC connected. So it is through the contacts it will be connected to some supply. And the solenoid specification include the electrical rating and the plunger pull or push force when excited by the specified voltage. ഇപ്പോൾ അതാണ് അതിൻ്റെ റേറ്റിംഗ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. And they are used when a large sudden force must be applied to perform some jobs. So they are mainly used when a large or sudden force, large and sudden force is required to perform a particular task. Solenoid type actuators can be used. ഓക്കെ, ഇപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോളിനോയിഡ് യൂസ് ടു ചേഞ്ച് ദ ഗിയേഴ്സ് ഓഫ് എ 2-position ട്രാൻസ്മിഷൻ സിസ്റ്റം. ഇപ്പോൾ രണ്ട് ഗിയർ ഉള്ള ഒരു കേസിലെ ട്രാൻസ്മിഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അറേഞ്ച്മെന്റ് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ ഇതാണ് നമ്മളുടെ ഇൻപുട്ടും അതിൻ്റെ ട്രാൻസ്മിഷനുമാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗിയർ ബോക്സ് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഈ പോയിന്റിൽ കണക്റ്റഡ് ആവണം, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ കണക്റ്റഡ് ആവണം ഈ ഔട്ട്പുട്ട് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് രണ്ട് പൊസിഷൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് ഈ തിക്കായിട്ടുള്ള ലൈൻസ് വെച്ചിട്ടും ഒന്ന് ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് വെച്ചും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഗിയർ മാറി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എന്താ പറയുക, ഇതിവിടെ പിവോട്ടഡ് ആണ്. ഇതിൻ്റെ ഈ ആമിൻ്റെ മുകളിൽ നമുക്ക് എന്തുകൂടെ കണക്ട് ചെയ്ത് കാണാം, ഒരു സ്പ്രിങ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാം. അപ്പോൾ ഒരു എൻഡിൽ അത് ഫിക്സഡ് ആണ്, മറ്റേ എൻഡ് ഇതിൻ്റെ മുകളിൽ കണക്റ്റഡ് ആണ്. ഇനി ഇതിൻ്റെ എന്താ പറയുക, ഈ ഇവിടുത്തെ ഇതിന് അനുസരിച്ച് ഇവിടെ ഒരു എൻഡ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സോളിനോയിഡിൻ്റെ പ്ലങ്ങറിൻ്റെ മുകളിലാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ആ സോളിനോയിഡ് പവർ ചെയ്യുന്നത് ഒരു SCR വഴിയാണ്. SCR വഴിയാണ് അതിന് AC പവർ കിട്ടുക. SCR നമുക്കറിയാം അതിൻ്റെ ഗേറ്റ് ട്രിഗറിങ് ആയാൽ മാത്രമാണ് അത് ഓൺ ആവുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു സർക്യൂട്ട് പുറത്ത് കാണാം, ഒരു ആംപ്ലിഫയർ വരുന്നുണ്ട്. ഓക്കെ, ഒരു കൺട്രോൾ സിഗ്നൽ വന്നിട്ട് അതിനനുസരിച്ചാണ് ഇത് ഓൺ ആവുള്ളൂ. അപ്പോൾ ഈ കൺട്രോൾ സിഗ്നൽ തീരുമാനിക്കും ഇതിലേക്ക് ഗേറ്റ് പൾസ് വേണം. അപ്പോൾ ഗേറ്റ് പൾസ് വന്നു കഴിഞ്ഞാൽ SCR ഓൺ ആവും. SCR ഓൺ ആയി കഴിഞ്ഞാൽ സോളിനോട് ആക്ടിവേറ്റ് ആവും. സോളിനോട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ എന്താവും, നോർമൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന പൊസിഷനാണ്, ഈ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ടുള്ളത്. ഇതായിരിക്കും വൺ എന്ന് പറയുന്ന ഒരു പൊസിഷൻ. അപ്പോൾ 1-ലായിരിക്കും അത് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നോർമൽ ഈ സ്പ്രിങ് ലൂസ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ. അപ്പോൾ ഇത് നമ്മളൊരു കൺട്രോൾ സിഗ്നൽ കൊടുത്തു 2 എന്നുള്ള ഒരു രീതിക്ക് വന്നു കഴിഞ്ഞാൽ എന്തായി, SCR ഓൺ ആയി. SCR ഓൺ ആയി കഴിഞ്ഞാൽ സോളിനോട് എനർജൈസ് ആയി. സോളിനോട് എനർജൈസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇപ്പോൾ റൈറ്റിൽ കിടക്കുന്ന പ്ലങ്കറിനെ പിടിച്ചത് ഇങ്ങോട്ട് പുള്ളിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് ഈ പൊസിഷൻ 1 പൊസിഷൻ 2-ലേക്ക് മൂവ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഇതിലത്തെ ഗിയർ ചേഞ്ച് വരുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ സഡൻ ആയിട്ടുള്ള മാറ്റം വരണം, അത്യാവശ്യം നല്ല ഫോഴ്സും അപ്ലിക്കബിൾ ആവണം. ഓക്കെ, then is the electrical motors. Electrical motors are devices that accept electrical input and produce a continuous rotation as a result. And motor sizes, styles may vary as demand for the rotational speed or revolution per minute or RPM varies. Then starting torque, rotational torque and other specification may also vary. And most common control situation is where motor drives some part of the process and must be controlled to control some variable in the process, like the drive of a conveyor system. And there are many types of electrical motors, each with its special set of characteristics, like AC motors, stepping motors, DC motors, etc., and many more are there. And the main components you already know, it's a stator and a rotor, a stationary part and rotating part. It can also be called an armature or a field. And the most important part is the air gap, that is the small gap between the stator and the rotor, where the two magnetic fields interact with each other and generate this mechanical force or torque which is required for the rotation or movement. Okay, so അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. Now this is a block diagram of motor based electrical actuating system. So just for an example, I have shown this one. Okay, so here you can see it is using a BLDC motor. It is connected to a gear system. Okay, then the BLDC motor is powered by power electronic drives, and then it is getting some power. And here you have the actuator control electronics, ACE. Okay, and it gets a power, and a flight control computer is controlling it, and also some RVDT sensing and feedback is given. So this is just ഒരു എക്സാമ്പിൾ കാണിച്ചു മാത്രമേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നത്. ഇലക്ട്രോമെക്കാനിക്കൽ ആക്ച്വേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ. Then the main advantages are they provide complete control of motion profiles and can include encoders to control velocity, position, torque, and the applied torque. And in terms of noise, they are quieter than pneumatic and hydraulic actuators. Then because of there are no fluid leaks, environmental hazards are limited. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് വരുന്നത്. പക്ഷെ നമുക്കിവിടെ ഇലക്ട്രിസിറ്റി വേണം എന്നുള്ള ഒരു പ്രശ്നം വേറെ വരുന്നുണ്ട്. Then disadvantages are the initial unit cost of an electrical actuator is higher than that of pneumatic and hydraulic actuator system. Then electrical actuators are not suited for all environments, unlike pneumatic actuators, which are safe in hazardous and flammable areas. കാരണം അതിൽ pneumatic air ആണ് യൂസ് ചെയ്യുന്നത്. So it can be used even in hazardous environments or flammable cases, but electrical actuators cannot be used. Then a continuously running motor will overheat, increasing wear and tear on the reduction gear, and the efficiency may also come down. And that's all about electrical or electromechanical actuators.